സമയം ഇപ്പോൾ ഏകദേശം 5:30 തിരുവനന്തപുരം നഗരത്തിൽ നിന്നാണ് ഞങ്ങളുടെ ശെന്തുരുണി യാത്ര ആരംഭിക്കുന്നത്. തമ്പാനൂരിൽ നിന്ന് 5:55 തെങ്കാശി KSRTC സൂപ്പർഫാസ്റ്റാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൽ കയറിയാൽ ഏകദേശം 8:30 മുമ്പ് തന്നെ നമ്മുടെ ലൊക്കേഷൻ റീച്ചാവും. കൈരളി തിയേറ്ററിന് ഫ്രണ്ടിൽ ബൈക്ക് പാർക്ക് ചെയ്ത് ഞങ്ങളിപ്പോൾ KSRTC സ്റ്റാൻഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് കൗണ്ടറിന് ഓപ്പോസിറ്റായിട്ടാണ് തെങ്കാശി ബസ്സുകൾ പാർക്ക് ചെയ്യുന്നത്. ആളുകൾ എത്തിത്തുടങ്ങുന്നുള്ളായിരുന്നുകൊണ്ട് ബസ് കയറിയപ്പോൾ സീറ്റൊക്കെ കിട്ടി. പക്ഷേ റിസർവ് ചെയ്ത സീറ്റിൽ നിന്ന് ഓരോരുത്തരായിട്ട് കണ്ടക്ടർ ഇങ്ങനെ എഴുന്നേൽപ്പിച്ച് വിടുന്നുണ്ടായിരുന്നു. നമുക്ക് തെന്മലയാണ് ഇറങ്ങേണ്ടത്. ടിക്കറ്റ് റേറ്റും സെസ് എമൗണ്ടും കൂടെ ചേർത്ത് ഏകദേശം 196 രൂപയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഏകദേശം 8 മണിയായപ്പോൾ ബസ് കൊളത്തൂപ്പുഴ സ്റ്റാൻഡിലെത്തി. അവിടെ ഒരു വെറൈറ്റി കാഴ്ചയുണ്ടായിരുന്നു. ഒരു വോളിബോൾ കോച്ചിങ്. ആദ്യമായിട്ടായിരുന്നു ഒരു KSRTC സ്റ്റാൻഡിനുള്ളിൽ വോളിബോൾ കോച്ചിങ് നടക്കുന്നത് കാണുന്നത്. 8:30 മുന്നേ തന്നെ ബസ് തെന്മല ഡാമിന്റെ സ്റ്റോപ്പിലെത്തി. ഡാമിന്റെ മെയിൻ എൻട്രൻസിന്റെ ഓപ്പോസിറ്റ് റോഡിലൂടെ ഒരു 300-400 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശെന്തുരുണി ഇക്കോ ടൂറിസ്റ്റിന്റെ ഓഫീസിലെത്തും. അവിടെ എത്തിയപ്പോൾ ഓഫീസിന്റെ മുകളിൽ 2-3 അണ്ണന്മാരിരിക്കുന്നതും കണ്ടു. ട്രെക്കിങ്ങിന് മുമ്പ് ഫുഡ് അടിക്കാനുള്ളൊരു പ്ലാനുള്ളതുകൊണ്ട് ഞങ്ങൾ ഓഫീസിന്റെ ഓപ്പോസിറ്റുള്ള ഹോട്ടൽ സൂര്യയിൽ കയറി. ഒരാലപ്പുഴക്കാരൻ ചേട്ടനായിരുന്നു ആ കട നടത്തിയിരുന്നത്. ഞങ്ങൾ അപ്പവും കടലക്കറിയും മീൻകറിയാണ് ഓർഡർ ചെയ്തത്. അപ്പമൊക്കെ ഓർഡറിനനുസരിച്ച് ഫ്രഷ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. മീൻകറിക്കൊക്കെ ഒരു മലബാർ ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ വലിയ കത്ത് റേറ്റും ഇല്ല. കടലക്കറി 30, മീൻകറി 50, അപ്പം 10, ഇങ്ങനെയായിരുന്നു റേറ്റ്. ഞങ്ങൾ ആ ടോട്ടൽ ബില്ല് ജസ്റ്റ് 130 രൂപ മാത്രമേ ആയുള്ളൂ. ഫുഡ് അടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ട്രക്കിങ്ങിനുള്ള ടിക്കറ്റ് എടുത്തു. 2 പേർക്കുള്ള 3 hour ട്രക്കിങ്ങിന് 1000 രൂപയാണ് ചാർജ്. ജംഗിൾ സഫാരിക്ക് വന്നിട്ടുള്ളവർ വണ്ടി വന്നപ്പോൾ കയറി പോകാൻ തുടങ്ങി. ഞങ്ങൾക്ക് വേണ്ടി 2 ബൈക്കുകളാണ് അവർ അറേഞ്ച് ചെയ്തത്. അതിലൊന്ന് ഞങ്ങളുടെ ഗൈഡായിരുന്നു. ഗൈഡിനെ ഞങ്ങൾ തലേ ദിവസം തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്തായിരുന്നു. ഗൈഡിനെ മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നമുക്കിവിടെ ഒരു ട്രക്കിങ്ങും ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ പോകുന്നത് ഇവരുടെ കളങ്കുന്ന് ഓഫീസിലോട്ടാണ്. അവിടെ നിന്നാണ് നമ്മുടെ ട്രക്കിംഗ് ആരംഭിക്കുന്നത്. കളങ്കുന്ന് മുതൽ ഏണിപ്പാറ ഹിൽ ടോപ്പ് വരെയുള്ള ഒരു 3 hour ട്രക്കിംഗ്. അതാണ് നമ്മുടെ പാക്കേജ്. കളങ്കുന്ന് ഓഫീസ് റീച്ചായി. പുറകെ തന്നെ നമ്മുടെ ചങ്ങായും ഗൈഡും എത്തി. ഓഫീസിന് മുന്നിലെ ഈ വഴിയിലൂടെ നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. തുടക്കം തന്നെ ചെറിയൊരു കയറ്റം പോലെ ഒരു വഴിയായിരുന്നു ഉണ്ടായിരുന്നത്. സമ്മർ ടൈം ആയതുകൊണ്ടാണെന്നറിയില്ല, പല മരങ്ങളുടെയും ഇലകളൊക്കെ ഓൾമോസ്റ്റ് പൊഴിഞ്ഞിരുന്നു. ഞങ്ങളുടെ നടത്തം മുഴുവൻ ഇതേപോലുള്ള പാറക്കൂട്ടങ്ങൾക്ക് നടുവിലൂടെ ആയിരുന്നു. ശ്രീകുമാർ എന്നാണ് ഞങ്ങളുടെ ഗൈഡിൻ്റെ പേര്. ശ്രീകുട്ട എന്നൊക്കെയാണ് കൊളീഗ്സ് വിളിക്കുന്നത് കേട്ടത്. പുള്ളി 94 മുതൽ ഇവിടെ സർവീസിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാടിനെ കുറിച്ചൊക്കെ നല്ല നോളജാണ്. ട്രക്കിംഗ് തുടങ്ങിയപ്പോൾ മുതൽ പുള്ളി സംസാരിക്കാൻ തുടങ്ങിയാണ്. ഇതുവരെ നിർത്തിയിട്ടില്ല. ഈ കടുവ ഏതെടുത്ത് പരിശോധിച്ചാലും വികലാംഗരായിരിക്കും ഏതെങ്കിലും തരത്തിൽ. നമ്മുടെ ഈ പടവലവും പാവലും ഒക്കെ ഉണ്ടല്ലോ, ഈ സപ്പോർട്ടിങ് ആയിട്ട് റിങ് പോലെ പോകത്തില്ല പിടിച്ച്, അതിൻ്റെ വേറെ ഐറ്റം. മെഡിസിൻ എന്ന് പറഞ്ഞാൽ 10 ഗ്രാമിനാണ്ട് 14 രൂപയ്ക്ക് പുറത്ത് വരും. ഇതായിട്ടും ആരോഗ്യപച്ച. ഇതാണ് പോലീസിലാത്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചെടിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ്. ആദ്യം ഇതിൽ നിറയെ മുള്ളുകൾ ഉണ്ടായിരിക്കും. പിന്നെ വളരുന്നതിനനുസരിച്ച് പതുക്കെ അതൊക്കെ കൊഴിഞ്ഞു പോകും. നല്ല നീളത്തിൽ പടരുകയും ചെയ്യും. ഇതിപ്പോൾ മരത്തിൻ്റെ ടോപ്പ് വരെ വളർന്നു പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കണ്ടത് ഒരു ബിഗ് കിണറായിരുന്നു. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കിണറാണെന്നാണ് ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത്. ഫുള്ള് കരിങ്കല്ല് കൊണ്ടാണ് മേക്കിംഗ് ഒക്കെ. വെള്ളം എടുക്കാനുള്ള 2 ഹോൾസ് ഒഴികെ ബാക്കിയെല്ലാം മൂടിയ അവസ്ഥയിലാണ്. ഇത്ര വലിയൊരു കിണർ ഞങ്ങൾ മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. അത്രയും വീതിയുണ്ട്. 5 ആൾ പൊക്കത്തിൽ വെള്ളമുള്ള ഈ കിണറിലേക്ക് ഇറങ്ങാൻ കരിങ്കൽ പടവുകളുമുണ്ട്. ഉറവയിൽ നിന്ന് വെള്ളം ചാടുന്ന ശബ്ദവും ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ കിണർ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു. ചീവീടുകളുടെയും മറ്റും ശബ്ദം ചുറ്റിനുമുണ്ട്. അത് കേട്ട് നടക്കാനും ഒരു വൈബായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കുട്ടീനെ ഊഞ്ഞാലടിക്കുന്ന ചടങ്ങായിരുന്നു അടുത്തത്. ഊഞ്ഞാലിന് നല്ല ബലമുള്ളതുകൊണ്ട് ഭാഗ്യത്തിന് പൊട്ടി വീണൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ആഞ്ഞിലിമരം കണ്ടു. ഫർണിച്ചറിനൊക്കെ ഉള്ള ആഞ്ഞിലി എന്നുള്ള പേര് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. ദെൻ ദ ഗ്രേറ്റ് ചന്ദനമരം. ബട്ട് വളർന്നു തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വലിയ എക്സൈറ്റിംഗ് ഫീലൊന്നും കിട്ടിയില്ല. പക്ഷെ അടുത്ത കാഴ്ച സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. ഫുള്ളി ഇംപ്രസ്ഡ്. സ്പോട്ടിൻ്റെ പേര് പത്തിപ്പാറ. ഒരു പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്ന പോലെയാണ് ആ പാറയുടെ ഷേപ്പ്. താഴെ നല്ല വിശാലമായ സ്പേസ് ഉണ്ട്. പെട്ടെന്നൊരു മഴ പെയ്താൽ ഒരു 10-50 പേർക്കൊക്കെ സുഖമായിട്ട് ആ പാറയുടെ അടിയിൽ നിൽക്കാം. ഇതിനെ പത്തിപ്പാറ എന്ന് വിളിക്കാനുള്ള കാരണം ശരിക്കും മനസ്സിലായത് താഴെ നിന്ന് മേലോട്ട് നോക്കിയപ്പോഴാണ്. പിന്നെ പത്തിപ്പാറയുടെ സൈഡിലായി ചെറിയ ഗുഹ പോലുള്ള സംഭവങ്ങളും ഉണ്ട്. ഞങ്ങൾ അതിലേക്ക് കയറി. കയറാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. സംഭവം നൈസായിരുന്നു. തിരിച്ചൊരാളെ പ്ലാൻ കൂടി ഉള്ളതുകൊണ്ട് കൂടുതൽ ഉള്ളിലേക്ക് പോയില്ല. പെട്ടെന്ന് തന്നെ ഇറങ്ങി. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ആ മലയുടെ മണ്ടയിലോട്ടാണ്.
അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്ന വലിയ പാറകൾ ഈ ട്രക്കിങ്ങിലെ മെയിൻ അട്രാക്ഷൻ തന്നെയായിരുന്നു. സോ ഫൈനലി നമ്മൾ ഏണിപ്പാറ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് തെന്മല ഡാമും കല്ലടയാറും കുറേ മലകളും ഒക്കെ കാണാം. ബാക്ക്ഗ്രൗണ്ടിൽ സൂര്യൻ സർ കൂടെ ഉണ്ടായിരുന്നതിൽ നമുക്ക് ഈ വ്യൂ പോയിന്റിൻ്റെ പീക്കിലൊരു ബ്യൂട്ടി കാണാൻ പറ്റുമായിരുന്നു. നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാൻ തുടങ്ങുകയാണ്. സമയം ഇപ്പോൾ 11 മണിയായി. സോ ഇവിടെ ട്രക്കിംഗ് പ്ലാൻ ചെയ്യുന്നവർ മാക്സിമം ഏർലി മോർണിംഗ് ഓർ ഈവനിങ് എത്താൻ ശ്രമിക്കുക. ആ സമയങ്ങളിൽ കിടിലം വ്യൂസും എക്സ്പീരിയൻസും ഗ്യാരണ്ടീഡ് ആണ്. ഗൈഡിനെ കോൺടാക്ട് ചെയ്താൽ അവർ നേരത്തെയുള്ള ട്രക്കിംഗ് അറേഞ്ച് ചെയ്യും. ഞങ്ങളുടെ ഗൈഡിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജോലി തിരക്കെന്നൊക്കെ മാറി ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ 1 ഡേ റിലാക്സേഷന് പറ്റിയ സ്പോട്ട് തന്നെയാണ് ശെന്തുരുണി. 3 hour ട്രക്കിങ്, 6 hour ട്രക്കിങ്, 1 night സ്റ്റേ ഉള്ള ട്രക്കിങ്, ജംഗിൾ സഫാരി, ബോട്ട് സഫാരി തുടങ്ങി പല പല പാക്കേജസ് ഇവിടെ അവൈലബിൾ ആണ്. കയറ്റത്തിനേക്കാൾ ഇറക്കമാണ് ഇവിടെ കുറച്ച് ഹാർഡായിട്ട് തോന്നിയത്. സ്ലോയിൽ നോക്കി ഇറങ്ങില്ലെങ്കിൽ മലന്നടിച്ച് വിടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പോകുന്ന വഴിയിൽ നിന്ന് ഗൈഡ് എന്തോ ഒരു സാധനം പെറുക്കുന്നുണ്ടായിരുന്നു. താഴെ എത്തിയപ്പോൾ ഞങ്ങൾക്കത് തന്നു. സോപ്പുങ്ക എന്നാണ് പേര് പറഞ്ഞത്. അത് കൈവെള്ളയിലിട്ട് വെള്ളം കൂട്ടി നന്നായി ഞെരടി ഉരച്ചപ്പോൾ നല്ല പതയും സ്മെല്ലും വരുന്നുണ്ടായിരുന്നു. കൈകളൊക്കെ നല്ല ക്ലീനായി, കിടിലായിട്ടുമായിരുന്നു. ഈ ട്രക്കിങ്ങിനിടെ ഞങ്ങൾ കണ്ട ഏക വൈൽഡ് സ്ഥല ഞങ്ങളെയും കാത്ത് ഓഫീസിന് ഫ്രണ്ടിലുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഗൈഡ് ഞങ്ങളെ അടുത്ത ജംഗ്ഷനിൽ ഡ്രോപ്പ് ചെയ്തു. ഈ കാണുന്ന ഗ്രേസ് കൂൾ ബാർ കയറി 2 ലൈമും കുടിച്ച് ഞങ്ങൾ തെങ്കാശി ബസിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. ഇതുവരെയുള്ള ടോട്ടൽ എക്സ്പെൻസ് 1366 രൂപയാണ്. ഒരാൾക്ക് 683 രൂപ. തെങ്കാശി ട്രിപ്പ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഗുഡ് ബൈ ഓൾ.